പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗോവിന്ദിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് എത്തുകയാണ് ഇപ്പോൾ രാധികാമ്മ. പക്ഷേ ഇതിനിടയിലാണ് ഗർഭിണിയായ രേഖയെയും കൂട്ടരുടെയും കാര്യങ്ങളിൽ ഇടപെടേണ്ട അവസ്ഥ ഉണ്ടാവുന്നത്. ഗോവിന്ദ് മുന്നിലേക്ക് വരികയും എന്തായാലും മരുമോളല്ലേ രേഖ, അവൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് നിങ്ങളുടെ കൂടി ചുമതലയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് രേഖയുടെ കാര്യങ്ങൾ നോക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയാണ് രാധികാമ്മ. ഇതോടെ രാധികാമ്മയ്ക്കുള്ള പണികളുമായി ഗീതുവും കൂടുന്നു. രേഖയുടെ കാലും കൈയുമെല്ലാം ഒഴിഞ്ഞു കൊടുക്കുന്നതിനായി നിർബന്ധിതയാവുകയാണ് രാധികാമ്മ. ഇതെല്ലാം ഗർഭിണികളുടെ കാര്യത്തിൽ നോർമൽ അല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഗോവിന്ദ്. എനിക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല കണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് തടി തപ്പുന്നതിനായുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രാധികാമ്മ. പക്ഷേ ഇത് രാധികാമ്മയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്നു. ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. രേഖയുടെ കാര്യങ്ങളെല്ലാം നോക്കി രാധികാമ്മ ആകെ അവശയാകുന്നു. ഇതേ തുടർന്ന് വരുണിനെ ചെന്ന് കാണുന്ന രാധികാമ്മ, നീ കാരണമാണ് ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറയുകയും നീയാണ് നിന്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് രാധികാമ്മയോട് രാധികാമ്മയുടെ മകനായ വരുൺ. പക്ഷേ ഇതേ തുടർന്ന് പണിയെടുത്തുകൊണ്ട് രാധികാമ്മയുടെ നട്ടെല്ല് റബ്ബറായിരിക്കുകയാണ്. എന്നാൽ ഗീതുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനായി തയ്യാറായി മുന്നിലേക്ക് വരുന്ന ഗോവിന്ദ്, കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഗീതുവിനെ പോലെ നല്ലൊരു മകളെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഗീതു പറയുകയാണ്, എനിക്ക് ഗോവിന്ദിനെ പോലെ ഒരു കുഞ്ഞ് മകനെയാണ് വേണ്ടത് എന്നുള്ള കാര്യം. ഇതോടെ എന്തായാലും ദൈവം തരുന്നത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യത്തിൽ ഇരുവരും യോജിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ സമയം വരുണാകട്ടെ തനിക്ക് ഇപ്പോൾ കുഞ്ഞ് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നൽകുകയാണ്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുകയുമില്ല എന്ന് വരുൺ തീർത്തു പറയുന്നു. ഇതേ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. രഞ്ജുവിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങുകയും ചെയ്യുന്നു. ഇത് വിജയലക്ഷ്മിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് വിജയലക്ഷ്മി ഉടൻ തന്നെ ഗീതുവിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നും ഇല്ലെങ്കിൽ രഞ്ജുവിൻ്റെ അവസ്ഥ വളരെ ബോറാകും എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ഡോക്ടറെ ചെന്ന് കണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഗീതു. എന്തായാലും വിജയലക്ഷ്മി പേടിക്കുന്നത് പോലെ തന്നെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ വിജയലക്ഷ്മിക്ക് തൽക്കാലത്തേക്ക് ആശ്വാസമായിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.